ഹായ്, എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ലഡ്ഡു റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. സാധാരണയായിട്ട് അമൃതം പൊടി യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ന്യൂട്രി മിക്സ് പൗഡറാണ് അമൃതം പൊടി. കുട്ടികൾക്കും പ്രഗ്നൻ്റായ ലേഡീസിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റെസിപ്പിയിലെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അമൃതം പൊടിയുടെ കളർ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ അമൃതം പൊടിയുടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് കരിയാതെ ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിൽ നിന്ന് നമുക്കിത് മാറ്റാം. ചൂടാറാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. വറുത്തെടുത്ത പൊടി വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിലിട്ട് നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. ഏകദേശം 8 കശുവണ്ടി ചെറുതായിട്ട് പൊളിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. മുന്തിരിയും കശുവണ്ടിയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അമൃതം പൊടി എടുത്തിട്ടുള്ള അതേ സെയിം കപ്പിൽ തന്നെയാണ് തേങ്ങയും എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ തേങ്ങ വറുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അമൃതം പൊടിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഏകദേശം 100 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കരയിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിന് ഏകദേശം ഒരു മീഡിയം മധുരമായിരിക്കും ഉണ്ടായിരിക്കുക. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് ഉരുക്കിയെടുക്കാവുന്നതാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ഷുഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ശർക്കര ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. ശർക്കരയിൽ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ചിലപ്പോൾ കരിമ്പിൻ്റെ അംശമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇതുപോലെ അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് അല്പാൽപമായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൗഡറിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും
അമൃതവും പൊടിയും വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ പകുതി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അല്പാൽപ്പം ശർക്കരപ്പാനി ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കയ്യിൽ മാറ്റി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് കുഴച്ച് ചെറിയ ഉരുളകളാക്കാം. ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു കശുവണ്ടി കൂടെ എടുത്ത് വെച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാം. അമൃതം പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും വേണം. Thank you for watching.